നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പാണ് ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലുമൊക്കെ അവതരിപ്പിച്ചത്. ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള 3/2 ഭൂരിപക്ഷത്തോടുകൂടി ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ പാസ്സാകേണ്ടിയിരുന്ന ബില്ലായിരുന്നു അത്. ആ ബില്ല് പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. NDA സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ബില്ലിനെതിരെ ശക്തമായി നിലകൊള്ളുകയായിരുന്നു പ്രതിപക്ഷം. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും DMKയും എല്ലാം ചേർന്ന് ഈ ബില്ലിനെ പരാജയപ്പെടുത്തി. അന്ന് തന്നെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബില്ലിനെ പരാജയപ്പെടുത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതായത്, ഈ ബില്ലിനെ നിങ്ങൾ അനുകൂലിച്ചാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അതൊരു കാരണവശാലും BJPക്ക് ലഭിക്കില്ല. അത് ഈ പാർലമെൻറ്റിനായിരിക്കും ലഭിക്കുക. കാരണം പ്രതിപക്ഷം കൂടി സഹകരിച്ചതുകൊണ്ടാണ് ആ ബില്ല് പാസ്സായത്. പക്ഷേ നിങ്ങൾ ഈ ബില്ലിനെ എതിർത്ത് കഴിഞ്ഞാൽ വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ അനുവദിക്കാത്ത പ്രതിപക്ഷം എന്ന നിലയിൽ രാഷ്ട്രീയമായി അതിൻ്റെ പ്രയോജനം BJPക്ക് ലഭിക്കും. എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. മണ്ഡല പുനർനിർണയ ബില്ല് അത് BJPക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ടൂളാണെന്നും ഒരു കാരണവശാലും മണ്ഡല പുനർനിർണയ ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അങ്ങനെ ബില്ല് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ തമിഴ്നാട്, കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറുമെന്നുമൊക്കെയുള്ള രാഷ്ട്രീയ പ്രചരണമാണ് തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ DMKയും എല്ലാം ഈ രാജ്യത്ത് നടത്തിയത്. പക്ഷേ ആ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികൾക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാണ് സൂചന. നേതൃത്വം ഈ പറയുന്ന ജനപ്രതിനിധികളുടെ അഭിപ്രായം മാനിക്കാതെ ആ ബില്ലിനെ എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ ബില്ലിനെ അതിശക്തമായി എതിർത്ത രാഷ്ട്രീയ പാർട്ടികൾ നിലം തൊടാതെ പരാജയപ്പെട്ടു. നമ്മൾ കണ്ടതാണ്. DMK ഭരണകക്ഷിയായിരുന്നു തമിഴ്നാട്ടിൽ. എന്നാൽ DMKയ്ക്ക് തുടർഭരണം നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, DMK അതിദയനീയമായ ഒരു തോൽവി ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി സ്റ്റാലിൻ പോലും പരാജയപ്പെട്ടു പോകുന്ന സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിയുടെ ഉരുക്ക് കോട്ടയിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. പശ്ചിമ ബംഗാളിലെ സ്ഥിതി അവിടെ നിന്നും ദയനീയമാണ്. കഴിഞ്ഞ 15 വർഷമായി പശ്ചിമ ബംഗാൾ അടക്കി വാണിരുന്ന മമതാ ബാനർജി എന്ന ജനകീയ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പരാജയപ്പെട്ടു പോകുന്നു. അത് ഈ വനിതാ സംവരണ ബില്ലിലടക്കം BJP ഉയർത്തിയ വലിയ പ്രചരണത്തിൽ മമതാ ബാനർജിക്ക് അടിതെറ്റി. ചരിത്രത്തിൽ ആദ്യമായി BJP പശ്ചിമ ബംഗാളിൽ അധികാരം പിടിച്ചെടുത്തു. അതും 1-2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലല്ല, 200-ലധികം സീറ്റുകൾ, 207 സീറ്റുകൾ നേടിക്കൊണ്ടാണ് BJP അവിടെ വിജയം കൊയ്തത്. മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയുടെ പാർട്ടി 80 സീറ്റുകളിലേക്ക് ഒതുങ്ങി. തമിഴ്നാട്ടിലെ പോലെ തന്നെ പശ്ചിമ ബംഗാളിലും മുഖ്യമന്ത്രി പരാജയപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഉരുക്കുകോട്ടയായ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ BJPയുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന സുവേന്ദു അധികാരി തന്നെ ഈ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബംഗാളിലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കി. അതിനുശേഷം ഈ ജനവിധി തിരിച്ചറിഞ്ഞ ജനപ്രതിനിധികൾ ഓരോന്നായി തങ്ങളുടെ പാർട്ടിക്കുള്ളിൽ കലാപമുണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആം ആദ്മി പാർട്ടിയിലായിരുന്നു ആദ്യ കലാപം. ആം ആദ്മി പാർട്ടിയുടെ 10 രാജ്യസഭാ MP-മാരിൽ 7 പേരും പാർട്ടി വിട്ട് BJPയിലേക്ക് ചേർന്നു. അതോടുകൂടി BJPയുടെ രാജ്യസഭാ അംഗം അല്ലെങ്കിൽ രാജ്യസഭാ ബലാബലം അത് വർദ്ധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പറയുന്ന കൂറുമാറിയ പാർട്ടി MP-മാർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് നടപടിയെടുക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം 3-2 MP-മാരും നേരെ അപ്പുറത്ത് പോവുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനമായ പഞ്ചാബിലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സൂചന. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി 60-ലധികം ആം ആദ്മി പാർട്ടിയുടെ MLA-മാർ BJPയിലേക്ക് വരും എന്നും സൂചനയുണ്ട്. അവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരം പിടിക്കുമെന്ന ചർച്ചയും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനം അത് ഇതുവരെയും BJPയെ അടുപ്പിക്കാത്ത ഒരു സംസ്ഥാനമായിരുന്നു. BJPക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായിരുന്നു. ആ സംസ്ഥാനത്തേക്കും BJP കടന്നു കയറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആം ആദ്മി പാർട്ടിക്ക് തൊട്ടു പിന്നാലെ മമതാ ബാനർജി ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടു. മമതാ ബാനർജിക്ക് 80 MLA-മാരാണ് നിയമസഭയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. ഈ 80 MLA-മാരിൽ മമതാ ബാനർജി വിളിച്ചു ചേർത്ത MLA-മാരുടെ യോഗത്തിൽ പങ്കെടുത്തത് വെറും 19 പേരായിരുന്നു. 61 പേരും വിമതരായി മാറിക്കഴിഞ്ഞിരുന്നു. മമതാ ബാനർജിയുടെ യോഗം കൂടാനുള്ള ആഹ്വാനം അവർ തള്ളി. മമതാ ബാനർജിയുടെ നേതൃത്വത്തെ പോലും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP-മാരിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തോടൊപ്പമുള്ളത്. മറ്റെല്ലാവരും വിമതരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 28 MP-മാരുള്ളതിൽ, ലോക്സഭാ MP-മാരുള്ളതിൽ 20-ലധികം പേർ ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. അവിടെ വിമതരായി നിലകൊള്ളുകയാണ്. അവർ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുവദിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ MP-മാർ മറുഭാഗത്തായതിനാൽ ലോക്സഭാ സ്പീക്കർക്ക് സ്വാഭാവികമായും അതാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിലേക്ക് വരേണ്ടി വരും. മാത്രമല്ല, ഇവരെല്ലാം പ്രത്യേക ബ്ലോക്കായി ഇരുന്നു കൊണ്ട് NDA-യെ പിന്തുണയ്ക്കും എന്ന സൂചനയും വരുന്നുണ്ട്. അതോടുകൂടി NDA കുറച്ചുകൂടി ശക്തമായി മാറുകയായിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കറിയാം BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമുണ്ട്. NDA-ക്ക് കേവല ഭൂരിപക്ഷം മാത്രമാണുള്ളത്. NDA-ക്ക് ഒരു മൃഗീയമായ ഭൂരിപക്ഷമോ 3/2 ഭൂരിപക്ഷമോ ഒന്നും തന്നെ ലോക്സഭയിലില്ല. രാജ്യസഭയിൽ അല്പം കൂടി BJP-ക്കും NDA-ക്കും അനുകൂലമാണ് കാര്യങ്ങൾ. പക്ഷേ ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഒരു ബില്ല് പാസ്സാക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും അവിടെയുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അധികം DMK MP-മാരും പ്രശ്നാധിഷ്ഠിതമായി പിന്തുണ നൽകാൻ BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് പിന്തുണ നൽകാൻ ഒരുക്കമാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം DMK നിർണായകമായ ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ വർഷങ്ങളായി ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസും ഇടതുകക്ഷികളും മുന്നണി ഉപേക്ഷിച്ച് വിജയിക്കൊപ്പം പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് DMK-യിൽ വലിയ ആഘാതമുണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഒക്കെ വലിച്ചെറിഞ്ഞ് ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ DMK-യും തീരുമാനിക്കുകയായിരുന്നു. അന്ന് കൊണ്ടുവന്ന അതേ ഭരണഘടനാ ഭേദഗതി ബില്ല് വീണ്ടും കൊണ്ടുവന്നാൽ അതിനകത്ത് തങ്ങൾ പറയുന്ന ചില ഭേദഗതികൾ ഉണ്ടെങ്കിൽ ആ ബില്ലിനെ അനുകൂലിക്കാൻ തയ്യാറാണ് എന്ന് DMK ഇപ്പോൾ NDA-യെ അറിയിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് മറ്റൊന്നുമല്ല, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലാണ്. ശിവസേന കഴിഞ്ഞ കുറേ നാളുകളായി പിളർപ്പിൻ്റെ വക്കിലായിരുന്നു. അതിനു മുമ്പ് ശിവസേന താക്കറയുടെ കാലത്ത് തന്നെ, ബാൽ താക്കറയുടെ കാലത്ത് തന്നെ ഒരു ഘട്ടത്തിൽ പിളർന്നിട്ടുണ്ട്. പിളർന്നതിന് ശേഷം MNS എന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയായിരുന്നു. പക്ഷേ ശിവസേനയ്ക്ക് വലിയ തട്ടുപാടുകളൊന്നും ആ ഒരു പിളർപ്പിൽ ഉണ്ടായില്ല. എന്നാൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ MLA-മാരും MP-മാരുമെല്ലാം മറികണ്ഠം ചാടിയപ്പോൾ തീർച്ചയായും ഈ ശിവസേനയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശിവസേനയിൽ ഉദ്ധവ് താക്കറെ എന്ന സാക്ഷാൽ ബാൽ താക്കറയുടെ മകൻ ഒറ്റപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസുമായും NCP-യുമായും കൈകോർത്തതാണ് പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്രപരമായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മുന്നണിയിലേക്ക് MP-മാരും MLA-മാരും എല്ലാം തളച്ചിടപ്പെട്ടു. ഇത് പിന്നീട് പാർട്ടിയിൽ വലിയ കലാപം ഉണ്ടാക്കാൻ കാരണമായി. ഈ കലാപം പിന്നീട് അനുയോജ്യമായ ഒരു സമയത്ത് പൊട്ടിപ്പുറപ്പെടുകയും ഏക്നാഥ് ഷിൻഡെയുടെ രൂപത്തിൽ മറ്റൊരു പാർട്ടി രൂപം കൊള്ളുകയും ശിവസേനയുടെ പേരും ചിഹ്നവുമെല്ലാം ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയിലേക്ക് പോവുകയും എല്ലാം ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടതാണ് ഷിൻഡെയും അതോടൊപ്പം തന്നെ BJP-യുടെ നേതാക്കന്മാരും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു മഹാരാഷ്ട്രയിൽ. അവിടെ ഈ ശിവസേന BJP സഖ്യം തൂത്തുവാരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം BJP ആണ് അവിടുത്തെ ഭരണം അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. ദേവേന്ദ്ര ഫട്നവിസാണ് അവിടെ മുഖ്യമന്ത്രി. ബാക്കിയുള്ള NCP-യിലും പിളർപ്പുണ്ടാക്കാൻ അവിടെ സാധിച്ചു. അതിനുശേഷം ഇതാ ഈ ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ഓപ്പറേഷൻ ടൈഗർ എന്ന ഒരു രാഷ്ട്രീയ നീക്കം നടന്നിരുന്നു. ആ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്താ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഭൂരിഭാഗം MP-മാരും ഉദ്ധവ് താക്കറയെ വിട്ട് ഷിൻഡെയ്ക്കൊപ്പം പോകാൻ പോകുന്നു എന്നൊരു വാർത്ത മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സംസാര വിഷയമായി കൊണ്ടിരിക്കുകയാണ്. 9 MP-മാരാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ലോക്സഭയിലുള്ളത്. ഇതിൽ 6 പേരും ഇതാ മറുകണ്ഠം ചാടാൻ പോവുകയാണ് എന്നും ഉദ്ധവ് താക്കറെ ഒന്നുമല്ലാതാകാൻ പോകുന്നു എന്നൊക്കെയാണ് വാർത്തകൾ. ഇന്നിപ്പോൾ ഇതാ ആ വാർത്തകൾ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഉദ്ധവ് താക്കറെ വിളിച്ചു ചേർത്ത, അതായത് ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം വിളിച്ചു ചേർത്ത പാർലമെൻ്ററി പാർട്ടി ബോർഡ് യോഗം ഇന്നാണ്.
പാർലമെൻറ്റിൻ്റെ ഈ പാർലമെൻ്ററി പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് ഈ യോഗം ചേരാനിരുന്നത്. ആ യോഗത്തിനെത്തിയത് പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ വെറും 3 MP-മാരായിരുന്നു. അതായത് ഉദ്ധവ് താക്കറെക്കൊപ്പം 3 പേർ മാത്രമേ ഉള്ളൂ, ബാക്കി 6 പേരും സ്ഥലം വിട്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. 9 പേർ ഉണ്ടായിരുന്ന തങ്ങളുടെ പാർലമെൻ്ററി പാർട്ടിയിൽ 6 പേരും പുറത്തു പോയിരിക്കുന്നു. ഈ 6 പേരും ലോക്സഭാ സ്പീക്കർക്ക് ഇതിനോടകം തന്നെ കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് സൂചന. തങ്ങൾ 3-ൽ 2 MP-മാരും ഇപ്പോൾ മറുഭാഗത്താണ്. അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമം തങ്ങൾക്ക് ബാധകമാകുന്നില്ല. മാത്രമല്ല പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനും നിലപാടെടുക്കാനുമുള്ള അവസരം തരണമെന്ന് സ്പീക്കറോട് ഈ 6 MP-മാരും അറിയിച്ചിരിക്കുകയാണ്. സഞ്ജയ് റൗട്ടിൻ്റെ നേതൃത്വത്തിൽ 3 MP-മാർ മാത്രമാണ് ഇപ്പോൾ ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനൊപ്പമുള്ളത്. സഞ്ജയ് റൗട്ടിൻ്റെ ഈ പാർട്ടിയിലെ ചില ഇടപെടലുകളാണ് MP-മാരെ അകറ്റിയത് എന്നാണ് സൂചന. ഉദ്ധവ് താക്കറെ പാർട്ടിയിൽ അങ്ങനെ കാര്യക്ഷമമായി ഇടപെടുന്നില്ല. ഈ സഞ്ജയ് റൗട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇത് പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ചു എന്നാണ് ഈ പുറത്തു പോകുന്ന 6 MP-മാരും പറയുന്നത്. ആം ആദ്മി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിന് ശേഷം ഇതാ ശിവസേന ഒരു വലിയ പിളർപ്പിലേക്ക് പോകുന്നു. ഇത് ഓപ്പറേഷൻ താമരയല്ല, മറിച്ച് ഓപ്പറേഷൻ ടൈഗറാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് BJP അല്ല, മറിച്ച് ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗമാണ്. ശിവസേനയുടെ ചിഹ്നമാണ് കടുവ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ടൈഗർ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. 6 MP-മാർ ഇതാ മറുഭാഗത്തേക്ക് പോകാൻ പോകുന്നു. ശിവസേന ഷിൻഡെ വിഭാഗത്തോടൊപ്പം പോകാൻ പോകുന്നു. അങ്ങനെ പാർലമെൻറ്റിൽ, അതായത് ലോക്സഭയിൽ BJPയും NDAയുമെല്ലാം കൂടുതൽ ശക്തിയാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ദില്ലിയിൽ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. രഹസ്യമായും പരസ്യമായും ദില്ലിയിൽ നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിൽ വരാനിരിക്കുന്ന സുപ്രധാനമായ ബില്ലുകളാണ് എന്നാണ് സൂചന. പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ ഉടൻ ആരംഭിക്കും. ആ മൺസൂൺ സെഷനിൽ നേരത്തെ പരാജയപ്പെട്ടു പോയ വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലുമടക്കം വരാനുള്ള സാധ്യതയുണ്ട്. മണ്ഡല പുനർനിർണയം ഏതാണ്ട് നടപ്പിലാക്കി കഴിഞ്ഞുവെന്നും ഇപ്പോൾ ആ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേശപ്പുറത്താണെന്നും പാർലമെൻറ്റ് പാസാക്കിയാൽ ഉടൻ തന്നെ വനിതാ സംവരണം അടക്കമുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും. മാത്രമല്ല ഈ ബില്ലുകൾക്കൊപ്പം തന്നെ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബില്ല് കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന ബില്ലായിരിക്കും. ആ ബില്ലുകൾ കൂടി പാസ്സാക്കിയെടുക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. ആ ബില്ലുകൾ അതീവ ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കാനാണ് ലോക്സഭയിലും രാജ്യസഭയിലുമെല്ലാം BJP തങ്ങളുടെ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത്. അത് ഏതാണ്ട് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശിവസേനയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമെല്ലാം ഇപ്പോൾ 2 തട്ടിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ DMK ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ട് NDAക്ക് പ്രശ്നാധിഷ്ഠിതമായ പിന്തുണ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത് എന്ന് കൃത്യമായി പറയാം. ആ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം പിളർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്.